എഞ്ചിനകത്ത് എന്തോ ശബ്ദം പോലെ. എഞ്ചിനകത്ത് ശബ്ദം ഉണ്ടാവാൻ വഴിയില്ല. അതിന് വല്ലതും പൊട്ടിയതാവും. ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അതല്ല, വേറെന്തോ ശബ്ദമുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതിന്റെ ശബ്ദമായിരിക്കും. അതല്ല, കണ്ടില്ലേ ശബ്ദം? കണ്ടില്ലേ? ഒന്ന് ഓടിച്ചു നോക്ക്. ശരി, പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. വർഗീസ് നോക്കും. വർഗീസ്, ഒന്നല്ല. നീ നിന്റെ വീടിനടുത്തേക്ക് ഓടിച്ചോ. ചെറിയ വല്ല കുഴപ്പമാണെങ്കിൽ നമുക്ക് നാളെ നോക്കാം. വണ്ടി നിർത്തു. എന്തോ ശബ്ദം കേട്ടല്ലോ. തന്റെ സൗകര്യമില്ല നിൽക്കുന്നത്. അതെ, വീട്ടിലേക്കല്ലേ? കയറ്റിക്കോളൂ, ഞാൻ ബാക്കിലിരുന്നോളാം. ഉമേ, വാ, പുറകേക്ക് ഇറക്കും. ഇന്നെന്താ നേരത്തെ? ഗോപി ഉമ്മയും വരുന്നതിന് മുമ്പ് നമുക്ക് അല്പസമയം. ഈ വീട്ടിലെ അസൗകര്യ നിമിത്തം നമുക്ക് സ്വല്പനേരം സ്വൈരമായി സംസാരിക്കാൻ കൂടി കഴിയുന്നില്ല. അതെങ്ങനെ? എപ്പോഴും ഗൗരവക്കാരനല്ലേ? ഞാൻ പ്രായം കുറഞ്ഞൊരു വയസ്സനാണ്. ചെറുപ്പത്തിലെ ധാരാളം ചുമതല ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. ഈ നഷ്ടം സീതയ്ക്കാണ്. എനിക്ക് നഷ്ടം തോന്നിയിട്ടില്ല. ഇന്ന് ഞാൻ ഒരു കാമുകനെ പോലെ പെരുമാറാൻ പോവുകയാണ്. എഞ്ചിനകത്ത് തകരാറൊന്നുമില്ല. ഞാനെന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചു. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നാളെ വർക്ക്ഷോപ്പിലേക്ക് കൊടുത്തയച്ചാൽ മതി. ശരി. നിനക്കെന്ന് ബസ് കിട്ടിയില്ലേ? ഇല്ല, ഞാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ ഗോപിച്ചേട്ടൻ കാർ ഓടിച്ചോണ്ട് വന്നു. എന്നോട് കയറാൻ പറഞ്ഞു. വല്ലവരുടെയും കാറിൽ ഞാൻ കയറണ്ടെന്ന് വിചാരിച്ചതാണ്. ഗോപിച്ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ കേറിപ്പോയി. ആ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഓടിച്ചോണ്ട് വന്നപ്പോഴാണ് ഉമയെന്തോ തെറ്റ് ചെയ്ത മട്ടിലാണല്ലോ സംസാരിക്കുന്നത്. ഗോപി ഓടിക്കുന്ന വണ്ടിയിൽ നിന്നെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നാക്കി. അതിലെന്താ തെറ്റ്? വർഷാപ്പുള്ള ആളിലൊക്കെ അങ്ങനെയാണ്. നീ വടാത്ത ഉമേ, ഇതാ പൂവ്. നീ കുറച്ചെടുത്തോളൂ. ബാക്കി കേട്ടത്തിമ്മയ്ക്ക് വെച്ചേക്ക്. പ്ലാനെല്ലാം തെറ്റി. ഇനി ഉമേ, ഗോപി, എന്താ ചേട്ടാ? നിങ്ങൾ രണ്ടുപേരും കൂടി സിനിമയ്ക്ക് വയ്ക്കും. നമുക്ക് ഒരുമിച്ച് പോകാൻ ചേട്ടാ. അയ്യോ, എനിക്ക് ഒരുപാട് തയ്ക്കാനുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാൻ ചേട്ടാ. അയ്യോ, ചേട്ടനെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് ഞാൻ കൂടെ വരുന്നത് ശരിയാണോ? ഉമ്മ ചേട്ടന്റെ കൂടെ പോയിക്കുള്ളൂ. എനിക്ക് സിനിമ കാണണ്ട. എടി മണ്ടി, നമുക്ക് രണ്ടുപേർ കൂടി പോകാം. എന്താ എന്ത് പറ്റി? സൂചി കൈ കൊണ്ടു. നിനക്കിത് വല്ല പരിചയമുണ്ടോ? ഇല്ല. പാവം, നീ എന്റെ അടുത്തിരുന്നാൽ മതി. ഞാൻ അടുത്തിരിക്കാം. തയ്ച്ചോളൂ.